നമ്മുടെ വീഡിയോക്ക് കൂടുതൽ കമൻസുകളൊന്നും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കമൻസ് ഇട്ടവർക്കൊക്കെ ഉള്ളൊരു ചുട്ട മറുപടിയുമായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. എൻ്റെ വ്യൂവേഴ്സ് കമൻസ് ഇടുന്നു, പക്ഷേ ഞാനത് പിന്നെ അതിനുള്ള റീപ്ലൈ കൊടുക്കുന്നു. അത് ശരിയല്ലല്ലോ. എപ്പോഴെങ്കിലൊക്കെ ഉള്ള അതിനുള്ളൊരു മറുപടി കൊടുക്കുന്നത് നല്ലതല്ലേ. ഒരു വ്ളോഗ് ഇടുമ്പോൾ അതിന് നല്ല കമൻറ്റും ഉണ്ടാവും, ബാഡ് കമൻറ്റും ഉണ്ടാവൂലേ. എന്നാലും അതൊക്കെ തരണം ചെയ്തിട്ട് വേണ്ട നമ്മുടെ യൂട്യൂബ് മുന്നോട്ട് കൊണ്ടുപോകാനേ. അപ്പോൾ കമൻറ്റ് ഇട്ട വ്യക്തികൾ ഞാൻ വായിക്കുന്ന അവരുടെ കമൻറ്റ് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനുള്ള മറുപടി ഈ കമൻറ്റിലൂടെ തരണേ. എന്താല്ലേ, ഒരു യൂട്യൂബർ ആകുമ്പോൾ എന്തെല്ലാം സഹിച്ചിട്ടും കേട്ടിട്ടും നിൽക്കണല്ലേ. അതൊക്കെ സഹിച്ചിട്ട് നിന്നാലട്ടെ നമ്മളെ യൂട്യൂബ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ കമൻറ്റ് നമുക്ക് വായിക്കല്ലേ. ഈ തലയിൽ തുണി കെട്ടുന്ന ഒരു വീഡിയോ ചെയ്യുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. തുണി കെട്ടി വെച്ചത് കാണാൻ നല്ല ഭംഗിയുണ്ടോ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഇങ്ങനെ തലയിൽ തട്ടം കെട്ടുന്ന. അത് ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. ഈ കമൻറ്റ് ഇട്ട ആൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിന് കൂടുതൽ പണിയൊന്നുമില്ല കേട്ടോ. ഞാൻ ചെയ്ത് കണ്ടില്ല, അതുപോലെ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അവർക്കും മറ്റുള്ള എല്ലാവർക്കും അത് അങ്ങനെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കിച്ചണിൽ ഓരോന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദോശയും സോയാബീൻ പൊരിച്ചതുമാണ് കേട്ടോ. നെക്സ്റ്റ് വീഡിയോ വായിക്കല്ലേ. വളരെ അർത്ഥവത്തായ ഒരു വീഡിയോ, ഒരു വലിയൊരു കമൻ്റാണ് കേട്ടോ വന്നിട്ടുള്ളത്. വളരെ കാര്യങ്ങൾ ശാന്തമായി ഓരോന്നും വ്യക്തമാക്കുന്ന രീതിയിൽ വിവരിച്ച് നന്നായിരിക്കുന്നു. ഇത് ഉൾക്കൊള്ളാൻ ഏറെ എളുപ്പമാണ്. അഭിനന്ദനങ്ങൾ. വീഡിയോയിലെ ഓരോ പോയിന്റും വളരെ ഗൗരവത്തോടെയും പക്വതയോടെയും കൈകാര്യം ചെയ്തിരിക്കുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യമാണിത്. ലളിതമായ അവതരണം വളരെ ഇഷ്ടപ്പെട്ടു. വിഷയത്തെക്കുറിച്ച് ആഴത്തിലുള്ള അറിവുകൾ നൽകുന്നുണ്ട്. കാര്യങ്ങൾ വളരെ സാവധാനത്തിൽ വ്യക്തമായി മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞു തന്നതിന് നന്ദി. വളരെ നല്ലൊരു വീഡിയോ. സ്പീഡ് കൂടിയോ എന്ന് ഒരു ഡൗട്ട്. സ്പീഡ് ചെറുതായിട്ടൊന്ന് കൂടിയിട്ടുണ്ട് അല്ലേ. ഇൻഷാ അല്ലാഹ് നമുക്ക് ശരിയാക്കാം. പിന്നെ വേറൊരു കമൻറ്റ്, നൈസ് വീഡിയോ, താങ്ക് യു. പിന്നെ ഒരുപാട് ആൾക്കാർ സൂപ്പറാണ്, അതുപോലെ തന്നെ സൂപ്പർ വീഡിയോ. പിന്നെ നമ്മളെ ECUവിനെ കുറിച്ച് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കറണ്ട് ബില്ല് നന്നായി വരില്ലെന്നാണ്. കറണ്ട് ബില്ല് കൂടുതലായിട്ടൊന്നും വരുന്നില്ല കേട്ടോ. നമ്മളത് ഈ ചുവപ്പും വെള്ളയും കൂടിയിട്ടുള്ള ECU അല്ലേ, ഇതിന് ഓവറായിട്ടൊന്നും കറണ്ട് ബില്ല് വരുന്നില്ല. നമുക്ക് 2 മാസത്തിനാണ് ഇവിടെ കറണ്ട് ബില്ല് വരാറ്. എന്നാലും 1100 1200 ആ രീതിയിലാണ് കറണ്ട് ബില്ല് വരാട്ടെ. 2 മാസത്തിനാകുമ്പോൾ അത് കൂടുതലൊന്നുമില്ലല്ലോ. അതിൽ നമ്മൾ ECUക്കും വാഷിംഗ് മെഷീനും പിന്നെ അയൺ ചെയ്യുന്നു, പിന്നെ നിർത്താതെ ഫാനും ഓടുന്നുണ്ടല്ലോ. ഏച്ചൊന്നും നമ്മളെ വീട്ടിലില്ല. അപ്പോൾ ഈ ചുവപ്പും വെള്ളയും കൂടി കളന്ന ECU അല്ലേ, ഇതിന് കൂടുതലായിട്ട് കറണ്ടും ബില്ലില്ല. അതുകൊണ്ട് പിന്നെ ECU വാങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇത് വാങ്ങിയാൽ മതി. പിന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസും ലാഭിക്കാം. ഗ്യാസിന് ഇപ്പോൾ നല്ല വിലയല്ലേ. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോഴാണ് കൂടുതൽ പിന്നെ ഗ്യാസിന് ചിലവും വരില്ല. എനിക്ക് പിന്നെ ഗ്യാസൊക്കെ 3 മാസത്തോളം നിൽക്കും. അത്രയും കൂടുതൽ ഗ്യാസ് നിൽക്കുന്നത് ECUക്കും പിന്നെ അടുപ്പ് ഉപയോഗിക്കുന്നില്ലേ. 3 കൂടി ആകുന്നതുകൊണ്ടാണ് കേട്ടോ കൂടുതൽ ഗ്യാസ് നിൽക്കുന്നത്. പിന്നെ വേറൊരു കമൻറ്റ് വന്നിട്ടുണ്ട്, ഞാൻ ഇന്ന് ചെയ്ത് നോക്കട്ടെ എന്ന്. കാരണം തട്ടം കെട്ടുന്നതാട്ടോ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ അറിയിക്കണേ. പിന്നെ വേറൊരു കമൻറ്റ്, ആദ്യമായി കാണുന്നു, സൂപ്പർ, താങ്ക് യു. പിന്നെ കുറേ പേര് ലൈക്കൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്, ഇക്ക കട്ടക്ക് സപ്പോർട്ട് ആണല്ലേ എന്ന്. അതെ, താങ്ക് യു. ഇക്ക ഉണ്ടായത് കൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ തട്ടിമുട്ടി പോകുന്നത്. പിന്നെ എന്താണെന്നറിയോ, ചില സമയത്ത് ഞാൻ ഇങ്ങോട്ട് വിളിച്ചുമ്പോൾ അങ്ങോട്ടൊക്കെ പോകും. അത് സ്വാഭാവികം കേട്ടോ. പിന്നെ മറ്റൊരു കമൻറ്റ് വന്നതാണ്, ഇത്ത ഫേസ് കാണിക്കുമോ എന്ന്. നമ്മൾ ഫുള്ള് ഫേസ് കാണിക്കാതെ ചെയ്യുന്നൊന്നുമില്ലല്ലോ, ഇടയിലൊക്കെ ഫേസ് കാണിക്കണമൊക്കെ അല്ലേ. അങ്ങനെ ചില വീഡിയോസിലൊക്കെ നമുക്ക് ഫേസ് കാണിക്കാം. പിന്നെ വന്നതാണ്, ചപ്പാത്തി സോയാബീൻ കറി, ഒരു ചിക്കൻ കറി ഉണ്ടാക്കിക്കൂടെ ചപ്പാത്തിക്ക് ചിക്കൻ കറി തന്നെ വേണമെന്നില്ലല്ലോ. നമ്മളെ വീട്ടിൽ അപ്പോഴെന്താ ഉള്ളത്, അത് വെച്ചും കൊണ്ടല്ലേ നമ്മൾ കറിയൊക്കെ വെക്കാറ്. നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെയാണ്. പിന്നെ വന്നതാണ്, അടിപൊളി നൈസ് ഷെയറിങ്, താങ്ക് യു. പുറത്ത് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വോയിസിന് ക്ലാരിറ്റി കുറവായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നത് പോലെ ഷീറ്റിൽ മേൽക്ക് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വോയിസിൻ്റെ ക്ലിയർ കുറയും. പിന്നെയാണെന്നുണ്ടെങ്കിൽ മഴ പോയിട്ട് വോയിസ് ഇടാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിന്ന് കുറച്ച് അത്യാവശ്യ പണികളുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ റെഡി ആക്കിയിട്ട് വേണം എനിക്ക് ആ വക പണികൾക്കൊക്കെ നിൽക്കാൻ. അപ്പം ഞാൻ ഇതൊന്ന് പെട്ടെന്ന് ചെയ്തെടുക്കുകയാണേ. പിന്നെ ചോദിച്ചിട്ട് രാത്രി കേട് വരില്ലെന്ന്. നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ കേട് വരില്ലെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കേട് വരില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ചെയ്യാറ്, ഉച്ചക്കത്തെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറിയൊക്കെ ഫ്രിഡ്ജിലേക്ക് വെക്കും. എന്നിട്ട് രാത്രി കഴിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കാറുണ്ട്. അതായത് മഗ്‌രിബിക്ക് തന്നെ എടുത്ത് വെക്കും. എന്നിട്ട് പിന്നെ നമ്മൾ 9-9:15 ആവുമല്ലോ ഇവിടെ ഫുഡ് കഴിക്കാൻ. അപ്പോഴേക്ക് പിന്നെ ആ തണുപ്പൊക്കെ പോയിട്ടുണ്ടാവും. എന്നിട്ട് തണുപ്പ് പോയി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ചൂടാക്കാറ്. പുറത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും എങ്ങനെയായാലും ഭക്ഷണം കേടുവരും രാത്രി ആകുമ്പോഴേക്ക്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കേട് വരാറില്ല. പിന്നെ വന്നിട്ടുണ്ട്, മോനും മോളും എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന്. മോന് 9th-ലും മോള് 4th-ലും ആണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് കമൻറ്റ് വായിക്കുന്ന ഒരു വ്ളോഗ് ഇടുന്നത്. ഇനി വായിക്കാൻ പോകുന്ന കുറേ മുമ്പത്തെ ഒരു വീഡിയോസത്തെ കമൻറ്റാണ്. 2 പേരുടെ ഡ്രസ്സിൽ ഫോട്ടോ ഉണ്ടല്ലോ, അതുപോലെ പേരും എഴുതിയിട്ടുണ്ടല്ലോ, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നാണ് ചോദിച്ചിട്ടുള്ളത്.
ഇത് എൻ്റെ ബ്രദർ ഓൺലൈനിൽ ചെയ്യിപ്പിച്ചതാണ്. പിന്നെ ഷിബിലി മോൻ്റെത് നമ്മളെ ചാനലിൻ്റെ പേര് ഷിബിലി ടി കെ വ്ളോഗ്സ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫിനുമോളുടെ പിന്നെ അവളുടെ പേരാണ് എഴുതിയിട്ടുള്ളത്. നമ്മളുടെ അവളുടെ കൊടുത്തിട്ടുള്ളത്. ഇനി അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ വ്ളോഗ് ചെയ്തിരുന്നല്ലോ, അതിൽ പിന്നെ അവർ ആ ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ കല്ലിൽ അലക്കിയിട്ട് വാഷിംഗ് മെഷീനിൽ ഉണക്കുന്നതാട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല കമൻസുകൾ തന്നെയായിട്ട് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇതുപോലെ നമുക്ക് ഇനിയും വേണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാൻ വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.